നമസ്കാരം. PSC Challenger Pro, NET and JRF-ലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഡൽഹി സുൽത്താനേറ്റിലെ അവസാന രാജവംശമായ ലോഡി രാജവംശം പഠിക്കാം. ക്രിസ്തുവർഷം 1451 ബഹ്ലോൽ ലോഡി രാജവംശം സ്ഥാപിച്ചു. ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യ അഫ്ഗാൻ രാജവംശം കൂടിയായിരുന്നു ഇത്. ലോഡി രാജവംശത്തിലെ പ്രധാന ഭരണാധികാരികൾ ബഹ്ലോൽ ലോഡി, സിക്കന്ദർ ലോഡി, ഇബ്രാഹിം ലോഡി. ബഹ്ലോൽ ലോഡി സാമ്രാജ്യത്തെ ശക്തിപ്പെടുത്തി. സിക്കന്ദർ ലോഡി ഭരണത്തിലും കൃഷിയിലും നഗരവികസനത്തിലും ശ്രദ്ധ നൽകി. എന്നാൽ ഇബ്രാഹിം ലോഡിയുടെ കാലത്ത് ആഭ്യന്തര കലാപങ്ങളും പ്രഭുക്കന്മാരുമായുള്ള സംഘർഷങ്ങളും രാജവംശത്തെ ദുർബലമാക്കി. അവസാനം ക്രിസ്തുവർഷം 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോഡിയെ ബാബർ പരാജയപ്പെടുത്തി. ഇതോടെ ഡൽഹി സുൽത്താനേറ്റിന് അന്ത്യം കുറിക്കുകയും മുഗൾ സാമ്രാജ്യത്തിന് തുടക്കമാവുകയും ചെയ്തു. ഇനി ലോഡി രാജവംശത്തിന്റെ സ്ഥാപകനായ ബഹ്ലോൽ ലോഡിയെ പരിചയപ്പെടാം. ക്രിസ്തുവർഷം 1451 സയ്യിദ് രാജവംശത്തിന്റെ അവസാന ഭരണാധികാരിയായ ആലം ഷായിൽ നിന്ന് അധികാരമേറ്റെടുത്ത് ബഹ്ലോൽ ലോഡി ഡൽഹി സുൽത്താനായി. അദ്ദേഹം അഫ്ഗാൻ പ്രഭുക്കന്മാരുടെ പിന്തുണയോടെ ഭരണം ശക്തിപ്പെടുത്തി. ആഭ്യന്തര കലാപങ്ങൾ അടിച്ചമർത്തുകയും ഡൽഹി സുൽത്താനേറ്റിന്റെ നിയന്ത്രണം പഞ്ചാബിലേക്കും ഉത്തരേന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കുകയും ചെയ്തു. ബഹ്ലോൽ ലോഡി ലളിതമായ ജീവിതശൈലിയും നീതിപൂർവമായ ഭരണവും പിന്തുടർന്ന ഭരണാധികാരിയായിരുന്നു. ഇതിലൂടെ അഫ്ഗാൻ പ്രഭുക്കന്മാരുടെ വിശ്വാസം നേടിയെടുത്തു. 1489 സിക്കന്ദർ ലോഡി അധികാരത്തിലെത്തി. അദ്ദേഹം കേന്ദ്രഭരണം ശക്തിപ്പെടുത്തുകയും സാമ്രാജ്യം വികസിപ്പിക്കുകയും ചെയ്തു. 1504 ആഗ്ര നഗരം സ്ഥാപിച്ചത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നേട്ടമാണ്. പരീക്ഷാ പോയിന്റുകൾ: ഭരണകാലം 1489 മുതൽ 1517 വരെ. 1504 ആഗ്ര സ്ഥാപിച്ചു. ശക്തമായ ഭരണാധികാരി. കൂടുതൽ ചരിത്ര വീഡിയോകൾക്കും UGC നെറ്റ്, JRF, കേരള PSC തയ്യാറെടുപ്പിനുമായി PSC ചാലഞ്ചർ പ്രോ, നെറ്റ് ആൻഡ് JRF ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.